ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും ക്രിസ്മസൊക്കെ എവിടെ വരെയായി? എല്ലാവർക്കും ക്രിസ്മസ് നല്ലപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. റവ വെച്ചുള്ള ഒരു നല്ലൊരു സ്നാക്കാണ്. നമുക്ക് വീടുകളിലൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമുക്ക് താമസിക്കാതെ തുടങ്ങിയാലോ? നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 3 പച്ചമുളക് എടുക്കാം. ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ മെയിൻ ഐറ്റമാണ്, അതായത് റവ. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെങ്കിൽ നമുക്കെടുക്കാം. നമുക്ക് ഈ റവ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. അതുപോലെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരുമുണ്ട്. നമുക്ക് പുളിയുള്ള തൈരോ പുളിയില്ലാത്ത തൈരോ ചേർക്കാം. ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഞാൻ റവ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാടങ്ങ് ഫൈനാവാതെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെറിയൊരു തരിതിരിപ്പോട് കൂടി തന്നെ നമുക്ക് കിട്ടണം. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റവ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തൈരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്കതൊന്ന് ഇളക്കി നോക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എനിക്ക് വെള്ളം കുറവായിട്ട് തന്നെ തോന്നുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ അത് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ റവയും തൈരും വെള്ളം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സിങ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് മിക്സിങ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറമേ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ പുറമെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ കിഴങ്ങും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് ചതച്ച്, ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചത്. അതുകൊണ്ട് ഇപ്പം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം വെള്ളം ഒരു കാരണവശാലും കൂടി പോകരുത്. ഞാനിത് കുഴച്ച സമയത്ത് എനിക്ക് കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടണം. വെള്ളം ഒരു കാരണവശാലും കൂടി പോകരുത്. ഇപ്പോൾ നമ്മുടെ എൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ നല്ലതുപോലെ കുഴച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാൻ അതിന് വേണ്ടി ഒരു പാൻ ചൂടാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മിക്സ് എടുത്ത് ഓരോ ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കങ്ങനെ അധികം ഷേപ്പൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെറുതായിട്ട് ഇങ്ങനെ എടുത്ത് അതിലേക്ക് ഇങ്ങ് ഇടുവാണ്. നമുക്ക് ഏത് ഷേപ്പിലിട്ടാലും നമുക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഓരോ ഷേപ്പിൽ അങ്ങ് എടുത്ത് ഇടുവാണ്. ഇവിടെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. മീഡിയം ലെവലിൽ പോലും ഇടേണ്ട കാര്യമില്ല. നമുക്ക് തീ കുറച്ചിട്ടാൽ മതി. കാരണം തീ കൂട്ടിയിട്ടാലും നമ്മുടെ ഉള്ളു വേവത്തില്ല, പുറമെ മാത്രം ഒരു കളർ മാറിയിട്ട് ഉള്ളൊട്ടും വേവാതെ വരും. അതുകൊണ്ട് തീ ഒട്ടും കൂട്ടിയിടരുത്. തീ ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ ഒരു സൈഡ് ഒരു പകുതി വേവായിട്ടുണ്ട്. പകുതി വേവാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പകുതി മാവ് എടുത്തിട്ടുള്ളൂ. ഞാൻ ചെറിയ പാനാണ് എടുത്തേക്കുന്നുണ്ട്. പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. പകുതി പോലും ശരിക്കും എടുത്തിട്ടില്ല. ഇനി ഈ സൈഡ് നമുക്ക് ഇതുപോലെ പകുതി വേവുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തവി വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക്. ഇതാ ഈ സൈഡ് ഇപ്പം നമുക്ക് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ആദ്യം തന്നെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം മാവ് ഇട്ടപ്പം ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഒരു സൈഡ് ഒരു ചെറിയൊരു വേവായിരുന്നല്ലോ. പിന്നെ അത് തിരിച്ചിട്ടപ്പോഴത്തേക്കും ഫ്രൈ ആയപ്പോഴത്തേക്കും ബാക്കി വേവും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗോൾഡൻ കളർ കിട്ടി. ഇപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോരി വെച്ച് ഇത് കോരിയെടുക്കാം. ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ? അതായത് നമുക്ക് ആ ഒരു കറക്റ്റ് ഗോൾഡൻ കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള 2 പീസും കൂടെ നമുക്ക് കോരിയെടുക്കാം. അതും പ്ലേറ്റിലേക്ക് മാറ്റാം. എന്താ നമ്മുടെ റവ വെച്ചുള്ള നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് കാണിക്കാം. എൻ്റെ ആ വിരൽ ഡോറിൻ്റെ ഇടയ്ക്ക് പോയതാണ്, അതുകൊണ്ടാണ് കേട്ടോ നഖം കറുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പുറമെയൊക്കെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൂടെ നോക്കാം അല്ലേ? അപ്പം എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. നല്ല ക്രിസ്പി കേട്ടോ. നമ്മുടെ ഉള്ളിവടയുടെയൊക്കെ വേറൊരു ടൈപ്പ്, പക്ഷേ നമ്മൾ റവ ചേർത്തേക്കുന്നുണ്ട് നല്ല ക്രിസ്പിയാണ്. ഓക്കെ, അതുപോലെ പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവും, പിന്നെ നമ്മൾ ആ തൈര് ചേർത്തായിരുന്നല്ലോ, തൈര് കുറച്ചുകൂടെ പുളിയുള്ള തൈരാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത്. 4 മണിക്കൊക്കെ ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ ചെറിയ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ഐറ്റമാണ്. ഓക്കെ, ബൈ.